ഓക്കെ, ബ്രില്യൻ നോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർട്ടുകൾ കാണുന്നതിന് നിങ്ങൾ റൈറ്റ് ടോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കെമിസ്ട്രിയുടെ താഴെ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം, എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ളത് പീരിയോഡിക് ടേബിളിന്റെ മെയിൻ ബോഡിയിൽ നിന്ന് താഴെയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന രണ്ട് പീരീഡ്സ് പോലെ 14 എലമെന്റ്സ് വീതമുള്ള രണ്ട് നിരകളെയാണ് അല്ലെങ്കിൽ പീരീഡ്സിനെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അത് ആദ്യം നമ്മൾ കാണുന്നത് 4F ആണ് ഫില്ല് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ഫില്ല് ചെയ്യുന്ന രണ്ട് സീരീസ് ആണ്. ഒന്ന് 4F-ഉം അതുപോലെ തന്നെ 5F-ഉം ആണ്. 4F സീരീസ് ഫസ്റ്റ് അറിയപ്പെടുന്ന 4F സീരീസ് ആണ്. രണ്ടാമത് വരുന്ന 5F ആണ്. ഇത് കാണപ്പെടുന്നത് 6th പീരീഡിലാണ്. ഫസ്റ്റ് ഇത് കാണപ്പെടുന്നത് 6th പീരീഡിലും ഇത് 7th പീരീഡിലുമാണ് കാണപ്പെടുന്നത്. 7th പീരീഡിലുമാണ്. സോ ദ two series of F block elements are seen below the main body of the periodic table at the bottom. They are seen in the 6th period and the 7th period, in which in the 6th period 4F is filling, and the 7th period in the F block elements 5F ആണ് fill ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4F എടുക്കുന്നത് ലന്ധാനത്തിന് ശേഷമുള്ള എലമെന്റ്സ് ആണ്. There is 14 elements after ലന്ധാനം. ലന്ധാനത്തിന് ശേഷം വരുന്ന 14 elements, that is called, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡ്സ്. അപ്പൊ ലന്ധാനത്തിന് ശേഷം വരുന്ന 14 മൂലകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡുകൾ എന്നും. അതുപോലെ തന്നെ 5F-ല് ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 elements ആണ്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്ടിനോയിഡുകൾ എന്നുമാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ രണ്ട് സീരീസ് ആണ് എഫ് ബ്ലോക്കിലുള്ളത്. ഒന്ന് ലാന്തനോയിഡുകളും, അതായത് 6ാമത്തെ പീരീഡിൽ വരുന്ന ലാന്തനോയിഡുകളും. എന്താണ് അങ്ങനെ വിളിക്കാൻ? വൈ ദേ ആർ കോൾഡ് ലാന്തനോയിഡ്സ്? ബിക്കോസ് ദ എലമെന്റ്സ് കമ്മിങ് ആഫ്റ്റർ ലന്ധാനം ഈസ് കോൾഡ് ലാന്തനോയിഡ്സ്. ആൻഡ് the next one is actinoids. Why they are calling actinoids? Because the 14 elements coming after actinium are called actinoids. അത് 6th പീരീഡിലും 7th പീരീഡിലുമായിട്ടാണ് ഗ്രാജുവലി ഇവ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ എലമെന്റ്സിന്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ ഇതിനൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഹാസ് നോ ഗ്രൂപ്പ്. എഫ് ബ്ലോക്ക് എലമെന്റ്സിന് ഗ്രൂപ്പ് ഇല്ല എന്നുള്ളതാണ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഹാസ് നോ ഗ്രൂപ്പ്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവയുടെ എന്നുള്ളതാണ്. ഇത് വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ്? എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്കുകൾ എന്തൊക്കെയാണ്? ഇത് ഡി ബ്ലോക്ക് എലമെന്റുകളെ പോലെ തന്നെ, ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പോലെ തന്നെ ഇവ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നു എന്നുള്ളതാണ്. ദേ ആർ ഷോയിങ് വേരിയബിൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നു, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, മെജോറിറ്റി ഓഫ് ദ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആർ റേഡിയോ ആക്റ്റീവ് ആസ് വെൽ ആസ് സിന്തറ്റിക് എലമെന്റ്സ്. ഇതിലെ മെജോറിറ്റി എലമെന്റ്സും മോസ്റ്റ് ഓഫ് ദി എലമെന്റ്സ്, ഒട്ടുമിക്ക മൂലകങ്ങളും മോസ്റ്റ് ഓഫ് ദ എലമെന്റ്സ് ആർ റേഡിയോ ആക്റ്റീവ് ആണ്. ഇത് റേഡിയോ ആക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഇവ ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാബിൽ നിർമ്മിക്കുന്ന എലമെന്റ്സ് ആണ്, പരീക്ഷണശാലയിൽ ഉണ്ടാക്കുന്ന എലമെന്റ്സ് ആണ്. ഇതിനെ ട്രാൻസ്മുട്ടേഷൻ എന്നാണ് പറയുന്നത്. ഒരു മൂലകം ഉപയോഗിച്ച് മറ്റൊരു മൂലകത്തിൽ ബൊമ്പാർഡ് ചെയ്ത് അതിന്റെ ന്യൂക്ലിയസിനെ കൺവെർട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്മുട്ടേഷൻ. അപ്പൊ മോസ്റ്റ് ഓഫ് ദീസ് എലമെന്റ്സ് ആർ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഏതൊക്കെയാണ്? ഇതിൽ യുറേനിയം ഉണ്ട്, അതുപോലെ തന്നെ തോറിയുണ്ട്. ഇങ്ങനെയുള്ള എലമെന്റ്സ് അതെല്ലാം വളരെ നമ്മൾ റേഡിയോ
ആക്റ്റീവായിട്ടുള്ള എലമെന്റ്സ് ആണ്. അത് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മിക്ക എലമെന്റ്സും റേഡിയോ ആക്റ്റീവും അതുപോലെ പരീക്ഷണശാലയിൽ കൃത്രിമമായി നിർമ്മിച്ച എലമെന്റ്സുമാണ്. അതുപോലെ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ എന്തിനാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന, അതായത് ന്യൂക്ലിയർ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തെ നീരാവിയാക്കുകയും ആ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ന്യൂക്ലിയർ റിയാക്ടർ. അപ്പൊ ആ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്കതും ഏതാണ്? ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതിൽ പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം, അതുപോലെ തന്നെ പ്ലൂട്ടോണിയം തുടങ്ങിയ എലമെന്റ്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഈ ആറ്റം ബോംബ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ആറ്റം ബോംബ് നിർമ്മിക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? യുറേനിയമാണ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടറിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ന്യൂക്ലിയർ റിയാക്ടറിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ യുറേനിയം പോലെയുള്ള എലമെന്റ്സും എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പെട്രോളിയം ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട മെജോറിറ്റി കാറ്റലിസ്റ്റ്, നമുക്കറിയാം രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാനും കുറയ്ക്കാനും, നോർമലി രാസപ്രവർത്തനത്തിന് കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റലിസ്റ്റ്. അപ്പൊ കാറ്റലിസ്റ്റുകൾ, പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകളും ഒട്ടുമിക്കതും എന്താണ്? ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്നതാണ്. That is, they are using as the catalyst in petroleum industry. അപ്പോൾ പെട്രോളിയം ഇൻഡസ്ട്രിയിലെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകൾ ഒട്ടുമിക്കതും ഏതാണ്? ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ഒന്ന്, they are showing variable oxidation state, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. അതുപോലെ തന്നെ ഒട്ടുമിക്ക മൂലകങ്ങളും റേഡിയോ ആക്റ്റീവ് ആണ്, ലാബിൽ കൃത്രിമമായിട്ട് നിർമ്മിച്ചെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറിൽ നമ്മൾ യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങി ഉപയോഗിക്കുന്നു. ആറ്റം ബോംബ് നിർമ്മാണത്തിലും നമ്മൾ യുറേനിയമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകളും പൊതുവെ ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ പെടുന്നതാണ് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, നമുക്കറിയാം ഈ എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നമുക്ക് മാഗ്നറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുൾ ആയ ഒരു മെറ്റൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിയോഡീമിയമാണ്. നിയോഡീമിയം ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പവർഫുൾ ആൻഡ് ലൈറ്റ് വെയിങ് മാഗ്നറ്റുകൾ, കാന്തം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നൗഡേയ്സ് ദാറ്റ് ഈസ് മോഡേൺ ടെക്നോളജി, മോഡേൺ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് നിയോഡീമിയം. അത് നമുക്ക് കിട്ടുന്ന മോണോസൈറ്റ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് മിനറൽ. So neodymium is used for making the magnets which is very light and very powerful, and which is obtained from ഏതാണ്? മോണോസൈറ്റ് ആണ്. അപ്പോൾ മോണോസൈറ്റ് തുടങ്ങിയ മിനറൽസ് ഇന്ന് നമ്മുടെ കേരളത്തിന്റെ തീരങ്ങളിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കേരളത്തിന്റെ തീരങ്ങളിൽ ധാരാളം എന്ത് കാണാൻ പറ്റും? ഇതിന്റെ ശേഖരം, the rich abundant of the minerals are seen or blessed with the sands of Kerala, അല്ലെങ്കിൽ ബീച്ച് ഓഫ് കേരള എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ എന്തൊക്കെയുണ്ട്? മോണോസൈറ്റ് ഉണ്ട്, ഇൽമനൈറ്റ് ഉണ്ട്, സിർക്കോൺ, റൂട്ടൈൽ തുടങ്ങിയ ധാരാളം മിനറൽസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൽമനൈറ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മിനറലാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തോറിയം എന്ന് പറയുന്നത് മോണോസൈറ്റിന്റെ സോഴ്സ് തന്നെയാണ്. അതുപോലെ നിയോഡിമിയം നമ്മൾ പറഞ്ഞായിരുന്നു. നിയോഡിമിയം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഈ വസ്തുക്കളാണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പോകുന്നത് ഇത്രയുമാണ് പ്രധാനമായിട്ട് എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ എഫ് ബ്ലോക്ക് എലമെന്റ്സ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ ഞാൻ സമപ്പ് ചെയ്യാം. F block elements, there are two series, that is 4F series and 5 series. 4F series belongs to 6th period and 5 series belongs to the 7th periods. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 6ാമത്തെ 7ാമത്തെ പീരീഡ് ആണ്. That is, these series consists of 14 elements each. 4F series, the elements coming after lanthanum is called lanthanoids, and the another one 5 series is called actinoids because they are coming after actinium അതിനുശേഷമാണ്. ഇത് പീരിയോഡിക് ടേബിളിന്റെ മെയിൻ ബ്ലോക്കിൽ നിന്ന് തൊട്ട് താഴെയാണ് വെച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം എന്ന് പറഞ്ഞെങ്കിൽ ടു റെഡ്യൂസ് ദ ലെങ്ത് ഓഫ് ദ പീരിയോഡിക് ടേബിൾ, അതുകൊണ്ടാണ് ഇതിന് താഴെ വെച്ചിരിക്കുന്നതിന് കാരണം. നെക്സ്റ്റ്, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എഫ് ബ്ലോക്ക് എലമെന്റ്സ്? എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ they are showing variable oxidation state just like the D block elements.
ഡി ബ്ലോക്ക് എലമെന്റ്സിൽ പോലെ വ്യത്യസ്ത ഓക്സിജൻ അവസ്ഥ കാണിക്കുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദീസ് എലമെന്റ്സ് ആർ റേഡിയോ ആക്റ്റീവ് ആസ് വെൽ ആസ് സിന്തറ്റിക് ഓർ ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്. വളരെ ഒട്ടുമിക്ക മൂലകങ്ങളും റേഡിയോ ആക്റ്റീവ് ആണ്, അതുപോലെ തന്നെ ലാബിൽ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നതാണ്. സോ ദേ ആർ യൂസിങ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? യുറേനിയം, തോറിയം, അതുപോലെ തന്നെ പ്ലൂട്ടോണിയം. അതുപോലെ ആറ്റം ബോംബ് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് യുറേനിയമാണ് കൂടുതൽ. അതുപോലെ മോസ്റ്റ് ഓഫ് ദീസ് ആർ യൂസ്ഡ് കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദ ബീച്ച് ഓഫ് കേരള ഈസ് ബ്ലെസ്ഡ് വിത്ത് സോ മെനി എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഫോർ എക്സാമ്പിൾ നിയോഡിമിയം. Neodymium is widely used for making the light and the very heavy magnets. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നിയോഡിമിയമാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ മോണോസൈറ്റ്സ്. അതുപോലെ തന്നെ ധാരാളം ഇൽമനൈറ്റ്, റൂട്ടൈൽ തുടങ്ങിയ ടൈറ്റാനിയം ഡയോക്സൈഡ് തുടങ്ങിയവ ലഭിക്കുന്ന ധാരാളം വാല്യുബിൾ ആയ മെറ്റൽസ് ലഭിക്കുന്ന, ടൈറ്റാനിയം പോലുള്ള വാല്യുബിൾ ആയ മെറ്റൽസ് ലഭിക്കുന്ന ഒത്തിരി മിനറൽസിന്റെ ഒരു നല്ല ബ്ലെസ്ഡ് ചെയ്താണ് നമ്മുടെ കേരള തീരങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിൽ ഏതാനും പ്രോബ്ലംസും കൂടി, ഇവാലുവേഷനായ ചില പ്രോബ്ലംസും കൂടി ഞാൻ ഇതിലേക്ക് പറയുകയാണ്. അപ്പം നമ്മൾ ഇതിൽ പറഞ്ഞു വന്നത് പ്രധാനമായിട്ട് സബ് ഷെൽ വന്നു, ഷെൽ കോൺഫിഗറേഷനിലേക്ക് വന്നു, ബോറിന്റെ ചില ഡിഫക്റ്റ് കണ്ടു, അതിൽ നിന്ന് നമ്മൾ സബ് ഷെൽ കോൺഫിഗറേഷനിലേക്ക് വരുന്നു, അതിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുന്നു, 1s2s എനർജി രീതി മനസ്സിലാക്കുന്നു. Then we are dividing the periodic table into 4 blocks: S block, P block, D block. S blockൽ ഫസ്റ്റ് 1 and 2 ഗ്രൂപ്പ്സ് വരുന്നു, അതിന്റെ പ്രത്യേകതകൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഗ്രൂപ്പ് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നു. ദെൻ പി ബ്ലോക്ക് വരുന്നു, എക്സ്ട്രീം റൈറ്റ് സൈഡിൽ 13 to 18 ഗ്രൂപ്പ്സ് ആണ്, 6 ഗ്രൂപ്പ്സ്. Then we are studying how can we find out the period and group of these elements. Then what are the characteristics and പ്രത്യേകതകൾ എന്തൊക്കെയാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നു. Then we are studying about the D block elements. Then അത് ഏതൊക്കെ ഗ്രൂപ്പ്സ് ആണ്, അത് എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പൊസിഷൻ എവിടെയാണ് പീരിയോഡിക് ടേബിൾ, what are the characteristics and how can we determine the period and groups. ഇതൊക്കെയാണ് നമ്മൾ അതിൽ കണ്ടത്. Now the last, the F block elements, they are actually belongs to the main block of the periodic table, but in order to avoid the size, to increase the size of the periodic table, they are just lying below the main block of the periodic table. There are 2 series, that is 4 series and 5 series, and in which 14 elements, they contain 14 elements each. 14 elements വീതമാണ് ഉള്ളത്. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഓക്കെ, നൗ നമ്മൾ ചില ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഓക്കെ, യു സി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദി ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഈസ് question number 1. Outermost electronic configuration is 2s2 2p and 2s2 2p6. 2s2 2p6 എന്നാണ് ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൽ 3 ചോദ്യങ്ങളാണ് ചോദിച്ചാണ്. വിച്ച് ഈസ് ദ എലമെന്റ്സ്, ഇതിൽ ഈ എലമെന്റ് ഏതാണ്. Second, write down the complete subshell electronic configuration. Write any 2 characteristics of these elements. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. അതിലെ രണ്ടാമത്തെ പാർട്ട് ഞാൻ ആദ്യം ചെയ്യാണ്, കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദാറ്റ് ഈസ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 2s2 2p6 ഇവിടെ എഴുതുന്നു, ദെൻ 1s2 1s2 2s2 2p6. അപ്പൊ അതിൽ നിന്ന് നമുക്ക് 1ലേക്ക് പോകാം. ഇതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 10 ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ 10 ആണെങ്കിൽ എലമെന്റ് ഈസ് അറ്റോമിക് നമ്പർ 10 ആണെങ്കിൽ നിങ്ങളൊരു 18th ഒരു 20th അറ്റോമിക് നമ്പർ 1 തുടങ്ങി 20 വരെയുള്ള എലമെന്റ്സ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ എലമെന്റ് എത്രയാണ്? അറ്റോമിക് നമ്പർ 10 ആണ്. സോ ദ എലമെന്റ് ഈസ് നിയോൺ ആണ്. എലമെന്റ് ഈസ് നിയോൺ. കംപ്ലീറ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 എന്ന് തുടങ്ങിയത്. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് എലമെന്റ്. ഈ എലമെന്റിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എലമെന്റിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്ന്, ഇത് ഔട്ടർ ഷെൽ കൺസിസ്റ്റ് ഓഫ് 8 ഇലക്ട്രോൺസ്. ഔട്ടർ ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. 2, അതുകൊണ്ട് ഇതെന്താണ്? ഹൈലി സ്റ്റേബിൾ ആണ്. ഇറ്റ് ഈസ് സ്ഥിരത വളരെ കൂടുതലാണ്. ബാഹ്യതമ ഷെല്ലില് 8 ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് ഇതിന് ഹൈലി സ്റ്റേബിൾ ആണ്. രണ്ടാമത്തെ പ്രത്യേകത, ഇതിന്റെ അയണൈസേഷൻ എനർജി വളരെ കൂടുതലായിരിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ വളരെ കുറവായിരിക്കും. ഓക്കെ, ഇതിന്റെ റിയാക്ടിവിറ്റി വളരെ റിയാക്ടിവിറ്റി ലെസ്.
റിയാക്ടിവിറ്റി പങ്കെടുക്കുന്നില്ല. അങ്ങനെ ധാരാളം ഗുണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക്. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ അപ്പൊ ഇത് നമുക്ക് മായ്ക്കാം. അടുത്ത ചോദ്യത്തിലേക്ക്, ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ പോകുന്നു. വാട്ട് അബൌട്ട് ദ ക്വസ്റ്റ്യൻ നമ്പർ 2? കുട്ടികൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ്? ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ, find out the atomic number and write down the subshell electronic configuration of elements. The symbols are not real. അപ്പോൾ find out the atomic number and electronic configuration. അല്ല, നമുക്ക് തന്നിരിക്കുന്ന ഇതാണ്. എ എന്ന ഒരു എലമെന്റ് തന്നിട്ടുണ്ട്, ബി എന്ന ഒരു എലമെന്റ് തന്നിട്ടുണ്ട്. എന്റെ പീരീഡ് എന്ന് പറയുന്നത് പീരീഡ് ഇസ് ഈക്വൽ ടു 3 ആണ്. എന്റെ പീരീഡ് 3 ആണ്. അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 17 ആണ്. ബിയുടെ അതുപോലെ തന്നെ പീരീഡ് എന്ന് പറയുന്നത് 4 ആണ്. ബിയുടെ പീരീഡ് ഇസ് ഈക്വൽ ടു 4. ഇതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു 6 ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഡൗൺ ദി ഫൈൻഡ് ദി അറ്റോമിക് നമ്പർ ആൻഡ് റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നമുക്ക് ഇതിനെ കാണേണ്ട ഇതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്താണ്, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്താണ്, ഇത് രണ്ടുമാണ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് ഒന്ന് പോവുക. എ എന്ന് പറയുന്നത് പീരീഡ് 3 ആണ്, ഗ്രൂപ്പ് 17 ആണ്. പീരീഡ് 3 ആണ്, ഗ്രൂപ്പ് 17 ആണ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 17 നമ്മൾ പറയുമ്പോൾ ഗ്രൂപ്പ് 17 13 to 17 18 ഏത് ബ്ലോക്കിലാണ്? പി ബ്ലോക്കിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് പി ബ്ലോക്ക് ആണ്. ദിസ് ഇസ് എ പി ബ്ലോക്ക്. ഞാൻ എയുടെ എഴുതാണ്, എയുടെ ഇത് എഴുതാണ് എ. ഇത് പി ബ്ലോക്ക് ആണ്. അതായത് വാലൻസ് ഷെല്ല് എന്തായിരിക്കണം? പി ആയിരിക്കണം. അതുപോലെ തന്നെ ബി എത്രാമത്തെ ഗ്രൂപ്പാണ്? 6ാമത്തെ ഗ്രൂപ്പാണ്. അത് നമുക്ക് ഇപ്പൊ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, ഇത് പിയിലാണ്. എത്രാമത്തെ പീരീഡ് ആണ്? 3ാമത്തെ പീരീഡ് ആണ്. അപ്പൊ നമുക്ക് പീരീഡ് ഇവിടെ എഴുതാം. എത്രാമത്തെയാണ്? 3. ഇനി ഇത് 17th ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നത് എങ്ങനെയാണ്? പിയിലെ സബ്ഷെല്ലുകളുടെ എണ്ണം പ്ലസ് നമ്മൾ എത്ര എടുത്ത് എഴുതുന്നത്? 12. അപ്പൊ ഇത് 17 ആണെങ്കിൽ എത്രയായിരിക്കണം? 6 ആണെങ്കിൽ 18 ആവും. 6 + 12 18. ഇത് 17 ആണ്. ഒന്നില്ലെങ്കിൽ 17 നിന്ന് 12 മൈനസ് ചെയ്യാം. 17 - 12 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 5. അല്ലെങ്കിൽ നമുക്കറിയാം 5നോട് എത്ര കിട്ടിയാൽ 17 കിട്ടും. എത്ര കൂട്ടിയാൽ ഇവിടുത്തെ ഏത് നമ്പർ 12നോട് എത്ര കൂട്ടിയാൽ 17 കിട്ടും. 12നോട് എത്ര ആഡ് ചെയ്താൽ 5 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഇതിലുള്ള സബ്ഷെല്ലിന്റെ എണ്ണം കിട്ടും. എത്രയാണത്? 3p5. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 17th ഗ്രൂപ്പ് ആകുമ്പോൾ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ട് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോട് കൂടി 12 ആഡ് ചെയ്യണം. അപ്പൊ 17 കിട്ടി. അങ്ങനെയാണെങ്കിൽ 12നോട് എത്ര കൂട്ടിയാൽ 17 കിട്ടും? എത്ര കൂട്ടണം? 5. അപ്പൊ നമുക്ക് 3p5. 3 എടുക്കാൻ കാരണം പീരീഡ് 3 ആണ്. ഇനി നമുക്ക് എവിടെ നിന്നോട്ട് എഴുതാം? ഇവിടെ നിന്ന് തൊട്ട് എഴുതി പോവാം. 1s2 2s2 2p6 3s2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ കിട്ടി. ഇനി അടുത്ത് നമുക്ക് ബിയിലേക്ക് പോവാം. ആദ്യം ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. അടുത്ത് ഇതിന്റെ ഗ്രൂപ്പ് പീരീഡ് 4 ആണ്. ഗ്രൂപ്പ് എത്രയാണ്? 6 ആണ്. ഗ്രൂപ്പ് 6 വരുന്ന ഏതാന്ന് നോക്കുക. ഗ്രൂപ്പ് 1ഉം 2ഉം വരുന്നത് എസ് ബ്ലോക്ക് ആണ്. ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെ വരുന്നത് ഡി ബ്ലോക്ക് ആണ്. അപ്പൊ ഇത് ഏത് ബ്ലോക്ക് ആണ്? ഡി ബ്ലോക്ക് ആണ്. അപ്പൊ ഡി ബ്ലോക്ക് ആകുമ്പോൾ 4th പീരീഡ് ആണ് തന്നെ. അപ്പൊ ഡി 3D ആണ്. 3D ഫില്ല് ചെയ്യണമെങ്കിൽ അതിന് മുന്നേയുള്ള ഫോറസ് ഫില്ല് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഫോറസ് ഫില്ല് ചെയ്തിട്ട് ആണ് ആര് ഫില്ല് ചെയ്യണേ? 3D ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഫോറസ്റ്റ് ഫില്ല് ചെയ്തു, അതിനുശേഷം മാത്രമേ 3D ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഫോറസ്റ്റ് ഓൾറെഡി ഫിൽഡ് ആയി, അതിനുശേഷം മാത്രമേ 3D ഫില്ല് ആവുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് പീരീഡ് 4 ആണ്. 3Dയില് നമുക്ക് ഇനി ഇവിടെ നിന്ന് തൊട്ട് പരമാവധി നമുക്ക് ഫില്ല് ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് ഇനി ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പീരീഡ് എത്രയാണ്? 4 ആണ്. അപ്പൊ 4 എന്തുകൊണ്ട് ഞാൻ എടുക്കാൻ കാരണം ഗ്രൂപ്പ് 6 ആണ്. ഗ്രൂപ്പ് 6 ആകുമ്പോൾ ഏത് ബ്ലോക്കിൽ വരും? ഡി ബ്ലോക്കിൽ വരും. അപ്പൊ സ്വാഭാവികമായിട്ട് 3D ആണ് വരുന്നത്. 3D വരുന്നു. ഞാൻ 4D വരുന്നില്ല, കാരണം പീരീഡ് എത്രയാണ്? 4D വലിയ എന്താണ്?
4D 5s വരും. അപ്പൊ പീരീഡ് 5 ആവും. പീരീഡ് 5 അല്ല, പീരീഡ് 4 ആണ്. അപ്പൊ 4s ഇടണം. ഓക്കെ, അപ്പൊ 4s2 ശരിക്കും 4s2 കഴിഞ്ഞിട്ടാണ് 3D. അപ്പൊ നമുക്കിവിടെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. ഏറ്റവും ഔട്ടർ സെക്ഷൻ ഏതാണ്? 4s2. ഇനി അതിനുശേഷം ഫില്ല് ചെയ്യുന്ന ഏതാണ്? 3D. അപ്പൊ 3D അതിനുശേഷം ഫില്ല് ആവുന്നു. 3Dയിൽ എത്രയായി? 10 ആയി ഫില്ല് ആവുന്നു. ടോട്ടലി ഫില്ല് ആവുന്നു. ഓക്കെ, ടോട്ടലി ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ പീരീഡ് എത്രയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ഗ്രൂപ്പ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 4 ആണ്. അത് വളരെ പ്രധാനപ്പെട്ട. അപ്പൊ എസിന്റെയും ഡിയുടെയും ഇലക്ട്രോണുകളുടെ തുക എത്രയായിരിക്കണം? 6. അതിൽ എസിലെ ഇലക്ട്രോണുകളുടെ തുക എത്രയാണ്? 2. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 6 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഡിയിൽ എത്ര ഇലക്ട്രോൺ ആയിരിക്കണം? 4 ഇലക്ട്രോൺ. അപ്പൊ 4s 2, 3Dയിലെ 4, ടോട്ടൽ 4 + 6, 4 + 2 = നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. ഇനി നമുക്ക് ഇവിടെ നോട്ട് ഫില്ല് ചെയ്യാം. ദാറ്റ് ഈസ് 1s2, 2s2, 2p6, 3s2, 3p6. 1s2, 2s2, 2p6, 3s2, 3p6 കഴിഞ്ഞ് ഏത് ഫില്ല് ചെയ്യണം? 4s ഫില്ല് ചെയ്തിട്ടാണ് 3D ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് നമ്മളോട് ചോദിച്ചാണ് അറ്റോമിക് നമ്പർ. അപ്പൊ അറ്റോമിക് നമ്പർ ഓഫ് എ, അറ്റോമിക് നമ്പർ ഓഫ് എ, അറ്റോമിക് നമ്പർ ഓഫ് എ നമുക്ക് അങ്ങനെ എഴുതാം. അറ്റോമിക് നമ്പർ ഓഫ് എയുടെ അറ്റോമിക് നമ്പർ എത്ര വരും? 2 × 2 4, 4 6 10, 10 2 12, 12 5 17. അതിന്റെ ഗ്രൂപ്പ് നമ്പർ തന്നെയാണ്. അറ്റോമിക് നമ്പർ ഓഫ് ബി, എന്ത് ചെയ്യണം? 1s, 2s, 2p, 3s, 3 18, 18 2 20. അപ്പൊ നമുക്ക് എത്രയാണ് അറ്റോമിക് നമ്പർ? ഇവിടെ 24, ഇത് 18. ഇതെല്ലാം കൂടെ കൂട്ടിയ ഇലക്ട്രോണുകളുടെ എണ്ണം എടുക്കുക. അപ്പൊ ഇതിൽ 2 ചോദ്യങ്ങളും ക്ലിയർ ആയി. Based on the given hints, find the atomic number and subshell electronic configuration. ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സാധാരണ ചോദിക്കുന്നതാണ്. അപ്പൊ വൺസ് അഗെയിൻ അവയുടെ പീരീഡ് ഗ്രൂപ്പ് തന്നിട്ടുണ്ട് 17. പീരീഡ് 17 ആകുമ്പോൾ ഏത് ബ്ലോക്കിൽ വരും? പി ബ്ലോക്കിൽ വരും. 17 ആകുമ്പോൾ പീരീഡ് 3 ആണ്. അപ്പൊ 3p. എത്ര ഇലക്ട്രോൺ വരണം? 17 ആണ്. അപ്പൊ ഇവിടെയുള്ള പിയിലെ സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോട് 12 കൂട്ടണം. 12 കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 17 കിട്ടണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ 5 വരണം. പിന്നെ 1s സ്റ്റാർട്ട് ചെയ്യാം. ബി എന്ന് പറയുമ്പോൾ ഇത്രയും കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിലെ പീരീഡ് 4 ഗ്രൂപ്പ് 6 ആണ്. അപ്പൊ അത് ഡി ബ്ലോക്ക് ആണ്. അപ്പൊ നമുക്ക് 3D എടുക്കുന്നു. പക്ഷെ 4th പീരീഡ് ആണ്. ഡി ഫില്ല് ചെയ്യണമെങ്കിൽ ഏത് ഫില്ല് ചെയ്തിട്ടേ ഡി ഫില്ല് ചെയ്യുള്ളൂ? 4s ഫില്ല് ചെയ്തിട്ടേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 4s 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം 3Dയിൽ 4 ഇലക്ട്രോൺ കൊടുക്കുന്നു. എന്താണ് 4 ഇലക്ട്രോൺ കൊടുക്കാൻ കാരണം? ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് എത്ര പറഞ്ഞേക്കണം? 6 ആണ് ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പ് 6 കിട്ടണമെങ്കിൽ ഈ 4s 2, 3Dയിൽ 4 കൂടെ കൂട്ടണം. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. അതിനുശേഷം 1s2, 2s2, 2p6, 3s2, 3p6 എന്നെഴുതി നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആവും. അപ്പൊ എ എന്ന എലമെന്റിന്റെയും ബി എന്ന എലമെന്റിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടുന്നു. എയുടെ അറ്റോമിക് നമ്പർ 17 ആണ്. ബിയുടെ അറ്റോമിക് നമ്പർ നമുക്ക് എത്ര കിട്ടുന്നു? 24 കിട്ടുന്നു. ഓക്കെ. I gave you my heart.